ഇല്ല, ഒന്നും നോക്കണ്ട. എടാ നിങ്ങളൊന്നും നോക്കണ്ട, വെട്ടിക്കൂട്ടിക്കോ. ആ ആരെങ്കിലും ചോദിക്കണേ ഈ വടിവാൾശുപൂന്റെ പിള്ളേരാന്ന് പറഞ്ഞോ. ആ എടാ ഞാനേ വേറൊരു ഒന്നും നിർത്തുന്നുണ്ടോ? കൊറേ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ വിളിക്കാം. എടാ നീ ഇവിടെ പെണ്ണ് കാണാൻ വന്നേക്കോ? നീ വെട്ടിക്കൂട്ടിയ കാര്യവും വില്ല എന്താന്നൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ? എന്റെ പിള്ളേര് വേറൊരു കൊട്ടേഷന് വേണ്ടി പോയേക്കാണ്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇവിടെ പെണ്ണ് കാണണോ? വീട്ടിൽ വന്നിട്ടാണോ അതൊക്കെ പറയുന്നേ? ഇതാണാ വീട്? ഇതാ വീട്. അതെ. എന്താണ് എന്റെ ജോലി? നിന്റെ ജോലിയോ? നിന്റെ ജോലി പറഞ്ഞേക്കുന്നത് നീ പുറത്താന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ ശരിയാവും? ഞാൻ അകത്തായിരുന്നില്ല, ഞാൻ വിയ്യൂര് ജയിലിൽ കിടക്കായിരുന്നില്ല. എനിക്ക് ഇവിടെ പറയാൻ പറ്റുമോ? അത് പറഞ്ഞു ഇവിടുന്ന് എന്നെ ആദ്യം അവര് വെട്ടും, അറിയാമോ? അതെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നും പഠിക്കല്ല. ഞാൻ ഈ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചാണ് ആ സ്ത്രീധനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. 5 ലക്ഷം രൂപ വീട്ടിൽ എനിക്ക് കെട്ടി വെക്കാനുള്ളതാണ്. അതെല്ലാം കിട്ടും. ഈ പറയുന്ന പൈസ ഞാൻ മേടിച്ചു തരും. 5 ലക്ഷം രൂപ അല്ലേ? അത് കിട്ടിയാൽ കെട്ടി വെക്കണമെന്ന്. ഇവിടെ കെട്ടി വെച്ചിട്ട് നിനക്ക് പൈസ ചെലവാക്കാനുള്ളതല്ലേ? ചെലവാക്കണം. കെട്ടി പൂട്ടി വെക്കാനാണോ പൈസ? എന്റെ പായന്റെ പോലെ കേൾപ്പിക്കരുതട്ടാ. കെട്ടിപ്പൂട്ടി എനിക്ക് അലമാരിക്കകത്ത് വെക്കാനല്ല. പിന്നെ എടോ ഞാൻ പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങി നടക്കേണ. 5 ലക്ഷം രൂപ കൊണ്ട് കോടതി കെട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം കിട്ടുള്ളൂ, എന്നാലും എനിക്ക് പുറത്തിറക്കാൻ പറ്റുള്ളൂ. കോടതി കെട്ടി വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വന്നേക്കണത്. നീ എന്നോട് കിടന്ന് ചാടുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ കിടന്ന് നീ പട്ടിയെ തല്ലുന്നുള്ള സുലൈമാൻ വന്ന് തല്ലിട്ട് കത്തിയെടുത്ത് നിന്റെ കഴുത്തിന് വെച്ചില്ലേ? എന്നിട്ട് നീ തിരിച്ചോ എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചോ? നീ പ്രതികരിക്കാൻ പറ്റില്ല. എന്താ പ്രതികരിക്കാൻ? ഡേറ്റ് എന്തായിരുന്നു? അതെന്താ? അന്ന് പൂജയിൽ പോണവരുന്ന് ആയുധ പൂജക്ക് വെച്ചേക്കായിരുന്നില്ലേ എന്റെ ആയുധങ്ങളൊക്കെ? ടൂൾസ് എടുത്ത് പണിയാൻ പറ്റുമോ? അത് മനസ്സിലാക്കിയിട്ടാണ് അവൻ എനിക്കിട്ട് പണിത്. ഇവിടെ കിടന്ന് ചെലക്കാതെ വാ നോക്കാം. ചേട്ടാ ചേട്ടോയ് ആരാ? വാ. നമസ്കാരം. ആരാ? ഞാൻ 2 ദിവസം മുമ്പ് വരുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. പെണ്ണ് കാണാൻ വിളിച്ചത്. നിങ്ങള് 2 ദിവസം മുമ്പേ 2 ദിവസം മുമ്പേ വരുമെന്നാ ഞങ്ങൾ പറഞ്ഞ ആദ്യം. ജാമ്യം കിട്ടിയില്ലെന്ന്. ജാമായിരുന്നു. ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ജാം. ആദ്യം 2 ദിവസം മുമ്പേ സത്യം റോട്ടിലേക്ക് ഇപ്പൊ വാഹനമായിട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതൊക്കെ നമ്മൾ പ്രക്ഷോഭം ചെയ്ത് വേണം ഇല്ലാതാക്കാനായിട്ട്. പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രതികരിക്കണം, സമരം ചെയ്ത് പ്രക്ഷോഭം ചെയ്ത് വേണം അത് ഇല്ലാതാക്കാനായിട്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെയാണ്. ഞാനിങ്ങനെ അനീതി അക്രമം കാണുമ്പോൾ അന്നേരം പ്രക്ഷോഭം ഉണ്ടാക്കും. അങ്ങനെ ഒരു ശീലമാണ് എനിക്ക്. ഏതാ അങ്ങനത്തെ ഒരു ശീലമുണ്ട് എനിക്ക്. പിന്നെ നമ്മുടെ ഒരു ഭാഗ്യമൊക്കെ ആയിട്ടോ. ആ സാരമില്ല, കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് ഏകദേശം രൂപ ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ പോട്ടെ. നമ്മുടെ പയ്യന് എന്താ ജോലി? ജോലി നോക്കേണ്ട കാര്യമുണ്ട്. പൈസ ലക്ഷക്കണക്കിന് പൈസ കിടക്കുന്നിടത്ത് ലക്ഷങ്ങളുള്ള ഒരാളാണല്ലേ? കണ്ടാലത് പറയല. എനിക്ക് എവിടെ നിന്നാണോ ലക്ഷങ്ങളുള്ളത്? സർക്കാർ നിന്റെ തലയ്ക്ക് 1 ലക്ഷം രൂപ പറഞ്ഞേക്കുമല്ലേ? നിന്നെ പിടിച്ചു കൊടുത്ത് 1 ലക്ഷം കിട്ടും. ലക്ഷമുണ്ട്. എന്താണാവോ നിങ്ങൾ അവന് ഭയങ്കര സംശയങ്ങളാ. പലരും കൊത്തിക്കൊണ്ടുപോകാൻ വെച്ചേക്കുമായിരുന്നു. അതിനത് പഴക്കഷ്ണം വല്ലോ ആണോ? പിന്നെ ഈ പയ്യനോട് എല്ലാവർക്കും ഒരു ഇതായിരുന്നു ആ ഏരിയയിലുള്ള ഒരു താല്പര്യത്തിന്റെ ഒരു ഇത്. അപ്പൊ പിന്നെ ഞാൻ പിന്നെ ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇവന് ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ. എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയുന്നല്ലോ കേട്ടോ. നല്ല രീതിയിലാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത്. പുറത്തിറങ്ങി ആ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചാല് നിങ്ങൾ വേണമെങ്കിൽ ജംഗ്ഷനിൽ ചെന്നു അവളെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചോളൂ. ആരും ഒരു നല്ല അഭിപ്രായം പറയല്ല അവളെ കുറിച്ച്. അല്ലെ എവിടെ പോവാ? അല്ല അങ്ങനത്തെ പെണ്ണിനെ നമുക്ക് കിട്ടി. നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നമ്മളത്. അല്ല ഞാൻ പറഞ്ഞു വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നില്ല. നിങ്ങൾ അതിനു മുമ്പ് ചാടി എണീറ്റ് പോകാം. ഇരിക്കും നിങ്ങള്. ഈ കവലയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഞാനേ പ്രക്ഷോഭം ചെയ്യും. ഈ പ്രക്ഷോഭം ചെയ്യുന്നതുകൊണ്ട് ജനങ്ങൾക്ക് എന്നോടൊരു വെറുപ്പുണ്ട്. ആ വെറുപ്പ് എന്റെ മുകളിൽ അവർ കാണിക്കുന്നു. അങ്ങനെ ഒരു ഇത് പറഞ്ഞുണ്ടാക്കുന്നതാ. അല്ലാതെ സത്യത്തില് നമ്മൾ ജംഗ്ഷനിൽ ചെന്ന് തിരക്കണ്ട. ഇനിയിപ്പോ നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ ചെന്ന് തിരക്കിക്കോ. അവരും പറയും ഈ പെണ്ണ് എന്നും പലരുമായിട്ട് ഇവിടെ സിനിമ കാണാൻ വരുന്നുണ്ടെന്ന് പറയും. നിങ്ങൾ വന്നിരുന്നേ, ഞാൻ പറഞ്ഞു തരുന്നില്ല. അതിനും വേണ്ടിയിട്ട് പോവാണോ? ജംഗ്ഷനിലെ കേസ് വിടും. പക്ഷെ സിനിമാ തിയേറ്ററിലൊക്കെ എല്ലാവരും സിനിമാ തിയേറ്ററിൽ പല ചള്ളു പടങ്ങൾ ഇട്ടു ഓടിക്കും. ഇയാൾ എന്താ ഈ കിടന്ന് കാണിക്കണത്? എന്നെ ഇതേ ഒരു പ്രക്ഷോഭത്തിലിരുന്നപ്പോ ഒരു സോഡാ കുപ്പി വന്ന് കൊണ്ട് അന്ന് തൊട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന അത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കാം. അതിന്റെ പ്രശ്നമാ. അപ്പൊ അവിടെ പലരും സിനിമയ്ക്ക് ചെല്ലുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കും. പക്ഷെ നമ്മളത് കാര്യത്തിലെടുക്കണ്ട. സിനിമാ തിയേറ്ററിൽ പോയി അന്വേഷിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് വിട്ട് ഏതെങ്കിലും കുടിസ് ലോഡ്ജിൽ ചെന്ന് അന്വേഷിച്ചാലും അവര് പറയും പലരുമായിട്ട് ഈ പെണ്ണ് ഇവിടെ എന്നും വരാറുണ്ട്. പറഞ്ഞു തീർന്നില്ലേ? പറഞ്ഞു തീർന്നില്ല. ഇങ്ങനെയുള്ള ലോഡ്ജുകളിൽ അനാശാസ്യം വരുമ്പോഴേ ഞാൻ അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കും.
പ്രക്ഷോഭമാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് പ്രക്ഷോഭത്തിന്റെ പ്രശ്നം. പ്രക്ഷോഭത്തിന്റെ പ്രശ്നമാണ്. അതല്ലേ, അതാണ് വിഷയം. ഇത് തന്നെ സെയിം പിച്ച്. ഇനി ഞാൻ പിച്ചില്ലല്ലോ. അതല്ല, ഈ പയ്യന്റെ കാര്യവും സെയിമാ. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവന്റെ കാര്യം. നമ്മുടെ ജംഗ്ഷനിൽ വന്ന് ഇവനെ പറ്റി തിരക്കി ഒരു മനുഷ്യൻ നല്ല അഭിപ്രായം പറയത്തില്ല. അങ്ങനെയുള്ള ഒരുത്തിനെ കൊണ്ട് ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. അയ്യോ, അതല്ല, അല്ല, അത് ശരിയാത്തില്ല. ഇത് പ്രക്ഷോഭമാ. ഇവൻ അച്ഛൻ പ്രക്ഷോഭത്തിന്റെ ആളാ. പ്രക്ഷോഭക്കാരനാണ്. അച്ഛൻ പ്രക്ഷോഭത്തിന്റെ ആളാ. അയ്യോ, അപ്പൊ ആ പ്രക്ഷോഭക്കാരനും ഈ പ്രക്ഷോഭക്കാരനും കൂടെ ഒന്ന് ചേർന്ന് ഒരു വലിയ പ്രക്ഷോഭം ഈ നാട്ടിൽ ഉണ്ടാക്കാമല്ലോ. അങ്ങനെയാണ്, അത് കുഴപ്പമില്ല. ജംഗ്ഷനിലല്ലേ, ഇനിയിപ്പോ ബിവറേജ് തന്നെ ഇറക്കുക. ബിവറേജ് ക്യൂവിന്റെ ഇടയ്ക്ക് ഇവൻ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, കത്തിത്തിരി ഉണ്ടാക്കുന്നു, പിന്നെ അല്ലറ പൈസ മേടിച്ച് ഇവൻ കുപ്പി എടുക്കാൻ പോകുന്നു, വാള് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മെനകെട്ട ഒരു നാറിയുടെ കൂടെ ഞാൻ എന്റെ പെണ്ണിനെ വിടത്തില്ല. അതല്ലെന്ന്, ബിവറേജ് അവിടെ വരുന്നതിന് വേണ്ടി ഇവന്റെ അച്ഛൻ വലിയ പ്രക്ഷോഭവും സമരമായിട്ട് അവിടെ പോയത്. അതൊരു പ്രക്ഷോഭത്തിന്റെ പേരില്ലേ? ഓ, അതും പ്രക്ഷോഭമാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോ നാട്ടിലല്ലോ നിങ്ങളുടെ പ്രശ്നം. സ്വന്തം വീട്ടിൽ ഇവന് സപ്പോർട്ടില്ല. ഇവന്റെ അച്ഛനോ ഇവന്റെ അമ്മയോ ഇവനൊന്നും ഒരു പെണ്ണവിടെ ചെല്ലുന്നതിന് സപ്പോർട്ടില്ല. ഇവനെ പെണ്ണവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ തള്ള നിങ്ങളെ തല്ലും. അത്രയ്ക്ക് ഒരു മെനകെട്ട വീട്ടിലേക്ക് ഞാൻ എന്റെ മോളെ വിടിയല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിയാത്തില്ല. വീട്ടിനകത്ത് ഇവൻ ഇതാണ് ഈ പറഞ്ഞ സമരം. അതും പ്രക്ഷോഭമാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെയിം പിച്ചാന്ന് ഞാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ സംസാരിച്ച ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. ഈ സിറ്റുവേഷനില് നമ്മൾ പറയേണ്ട ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ സമയത്ത് പെണ്ണിനെ കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പെണ്ണിനെ വിളിച്ച് ചായയും കാപ്പിയും ഒക്കെ കുടിച്ചിട്ട് വേണം. ഒരു ചായ എടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. വേണ്ട, വിരിയും. അല്ല, നെഞ്ചരിയും. എടി, എന്നാ ചായ വേണ്ട, ആ ജ്യൂസോ ആ ജിലേബിയും പക്കാവടയും ബിസ്ക്കറ്റും അതും എല്ലാം കൂടെ കൂട്ടിട്ട് ട്രേക്കകത്താക്കിയിട്ട് അതെടുത്തോണ്ട് വാ. പെണ്ണുകാലത്തിടങ്ങിന് അങ്ങനെ ഒരു നൂലാമാല ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാണ് മോള്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗുണഗണങ്ങളെല്ലാം ഉള്ള. ഒന്നാണെങ്കിൽ ഞാൻ ഓമനിച്ച് ഒലക്ക കടിച്ചാണ് വളർത്തിരിക്കുന്നത്. അതെ. ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ട്വിസ്റ്റ് ഉണ്ടാക്കണമല്ലോ. ഒരു ട്വിസ്റ്റ് ഉള്ളതാ ഈ സമയത്ത്. എല്ലാ പെണ്ണ് കാണൽ ചടങ്ങിലും ആ ട്വിസ്റ്റ് വരുന്നതാണ്. അതാണ് ഇത് മറ്റേ ഇത് എഴുതിയതാണോ നാളിന്റെ? അതൊന്നും അല്ല, അല്ലാതൊരു സാധനമുണ്ട്. ഇത് ഇതിന്റെ ത്രെഡാണ്. അത് പറഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ് അല്ലേ? അതിന് എന്നെ മോളെ ഇന്നതാണ് പറയുന്നുണ്ടല്ലോ. ഇതെഴുതിയാണോന്ന് ചോദിക്കും. അതൊന്നും അല്ലെന്നേ. പിടികിട്ടി. കാര്യങ്ങളൊക്കെ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാൻ കാണുമല്ലോ. കാരണവന്മാരൊന്നും ഇവിടുന്ന് മാറിക്കൊടുക്കണമല്ലോ. ആ സാധനം അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കട്ടെ. ആയിക്കോട്ടെ. ഞങ്ങളൊന്നും നീ വലിയ കുട്ടിയില്ലേ? ഗുണ്ടയൊക്കെയാണ് 5 പേരെ അമ്മേനെ തല്ലും, ഒരാളൊക്കെ വേണേ ഞാൻ കൊല്ലും. പക്ഷെ ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാനേ പറ്റില്ല. അയ്യോ, നീ പിന്നെ രാത്രി മറ്റേ അമ്മണി എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെള്ളം അടിച്ച് ബോധമില്ലാണ്ട് എന്തെങ്കിലും കാണിക്കാൻ. ഒന്നുമില്ല. അതെ അതെ അതെ, നിങ്ങൾ തമ്മിൽ മാറി സംസാരിക്കാനല്ല പറഞ്ഞത്, ഇവര് തമ്മിലാണ് സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ കാരണവും ഫലം കൊണ്ട് മാറിയിക്കാം. വീട് വാടകയ്ക്ക് ഇത് എന്റെ സ്വന്തമാണ്. എന്റെ സ്വന്തം വീട് ഇത്. ചേട്ടാ, എന്നോടെന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്ക്. തീപ്പെട്ടി ഉണ്ടോ? ഒന്നുമില്ല. ചേട്ടന്റെ പേരെന്താ? ഷിപ്പ്. എന്റെ പേരെന്താന്ന് എന്താ ചോദിക്കാത്തെ? അറിയാമെങ്കിൽ അങ്ങോട്ട് പറഞ്ഞൂടെ, പിന്നെ എന്തിനാണ് ചോദിക്കും? എന്റെ പേര് മായ. മായ ഷിബു. ഏയ് ഒന്നുമില്ല. ചേട്ടാ, എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിക്ക്. എന്റെ കൊച്ചെ, എനിക്ക് ഇതൊന്നും പരിചയമില്ല. ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പെണ്ണാണ്. എന്റെ 51ാമത്തെ പെണ്ണ് കാണല. എന്നിട്ടൊന്നും സെറ്റായില്ല. എനിക്ക് ആരും ഇഷ്ടമായില്ല. നന്നായി. അതെ, ഉള്ള കാര്യം മൂത്ത് നോക്കി പറയുന്ന ഒരാളാണ് ഞാൻ. എന്നാ പിന്നെ എന്റെ മുഖത്ത് നോക്കി പറ. അങ്ങനെ പറയൂല, ഞാൻ അങ്ങോട്ട് നോക്കി പറയാ, വേണമെങ്കിൽ കേട്ടോ. എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ജീവിതമാണ്. എന്റെ നെഞ്ചില് ഒരുപാട് മുറിവുകളുണ്ട്. 28 സ്റ്റിച്ചോളം ഉണ്ട് എന്റെ നെഞ്ചില്. ചേട്ടന്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞാണ്? അതൊന്നുമല്ല, എന്റെ ജോലിയുടെ ഭാഗമായിട്ട് 28 സ്റ്റിച്ച് എന്റെ നെഞ്ചിലുണ്ട്. ആ 28 സ്റ്റിച്ചിന്റെ ഇടയിൽ ആ സ്റ്റിച്ച് പൊട്ടാതെ കിടക്കാൻ കുട്ടിക്ക് പറ്റുമോ? ചേട്ടന്റെ നെഞ്ചിലെ സ്റ്റിച്ച് പൊട്ടിക്കാതെ ഞാനവിടെ കിടന്നോളാം. സ്റ്റിച്ച് ഞാൻ സെറ്റാക്കി.
പിന്നെ ഇടക്കിടക്ക് ഞാൻ ഒളിവിൽ പോവും. ആണോ? ആ. അപ്പൊ എനിക്കെല്ലാം ഒളിവിലെ ഓർമ്മകളായിരിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിനാണ് നമുക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. ചേട്ടാ, ആ യു ആർ ഹാൻസം. ധാരാളം ഇവിടെ എന്ന് പറഞ്ഞത്. ചേട്ടന്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് അറിയാലോ. അപ്പൊ കൊച്ചിന് ഇതൊന്നും ഇഷ്ടമല്ല. ഓക്കെ, അല്ല ഇതെന്തിപ്പോ ചേട്ടൻ കളഞ്ഞത്? ഹാൻസ് നോക്കണ ഇഷ്ടമല്ല. അയ്യോ, ചേട്ടനെ കാണാൻ നല്ലതാന്ന ഞാൻ പറഞ്ഞത്. അതെല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. വെറുതെ എന്താ ഹാൻസ് കളഞ്ഞാൽ കിക്കും പോയി. അച്ഛൻ ഹാൻസ് നോക്കുവോ? അച്ഛനോ? ഒന്നുമില്ല. ചേട്ടൻ എന്നോട് ഒന്നും ചോദിക്കാനില്ലേ? എനിക്കൊന്നും ചോദിക്കാനൊന്നുമില്ല. വെറുതെ എന്തെങ്കിലും ഒന്ന് ചോദിക്കേ. ഇല്ലെന്ത്? ചേട്ടാ, എന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒന്ന് ചോദിക്കേ. ശരിയാവൂല. ചേട്ടൻ എന്നോട് ചോദിക്കേട്ടാ. അത് ശരിയാവൂലെന്ത്? ചേട്ടനെ എന്നോട് ചോദിക്കേട്ടാ. എന്റെ മുഖത്ത് നോക്കി ചോദിക്കേട്ടാ. എനിക്കൊരു ഉമ്മ വരുമോ? കെട്ടിപ്പിടിച്ചു വന്നാ മതി. അയ്യോ ഇവനും കൊണ്ട് പോകാൻ പറ്റുമോ? അച്ഛാ, ആ ചേട്ടൻ എന്നോട് എന്തോ ചോദിച്ചാൽ ഞാൻ കൊടുക്കണം. അച്ഛനോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ കൊടുക്കുന്നത്? കണ്ടോ, അങ്ങനെയാണ് ഞാൻ ഇവളെ വളർത്തിയത്. അടക്കവും അച്ചടക്കവും ഉള്ള എല്ലാം കൂടെ കൂട്ടി കുടിച്ചാണ് ഞാൻ ഇവളെ വളർത്തിയിരിക്കുന്നത്. അത് കാണുമ്പോഴേ അറിയാം. ഈ മോള് നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യമായിരിക്കും. അതാണ് അതറിയാം. ഈ മിഥുനത്തില് അവൾ 23 വയസ്സിൽ നടപ്പാ. ഈ മിഥുനത്തില് 23 വയസ്സ് നടപ്പാണ് അല്ലേ മോളെ? അതെ, അല്ല 23 അല്ല. 23 അല്ല. 23 വയസ്സാണ് നോക്ക്. 23 അല്ല. ഒരു 28, 29. അയ്യോ, ഒരിക്കലും ഇല്ല. അല്ലല്ല, ഇല്ല, 23 ആണ്. ഈ മിഥുനത്തിൽ അവള് 23 അത് എങ്ങനെ ഒരു വർത്താനം പറയേണ്ട കാര്യമല്ലല്ലോ. ഇതിപ്പോ ഒരു ആളിനെ കാണുമ്പോ ഒരു ശരീരം ഒരു 29, 28. അയ്യോ ഇല്ല, 23 വയസ്സേ ഉള്ളവക്ക്. നോടാ പറയല്ല. അല്ല അല്ല അല്ല, അത് കറക്റ്റ് ചെയ്യണം. അത് മോളെ ആ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വാ. നമ്മൾ വാക്കാൻ പറഞ്ഞല്ലോ അതിനകത്ത്. അതല്ല, എന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകരുത്. അതാണ്. ഇതൊരു കാര്യം പറയട്ടെ, ഇനി 29 ആണെങ്കിലും അവൻ കെട്ടാൻ തയ്യാറാണ്. സർട്ടിഫിക്കറ്റ് അതാണ്. അതൊക്കെ നിങ്ങൾ കെട്ടും. നിങ്ങളുടെ നല്ല മനസ്സാണത്. പക്ഷേ 23 എന്നുള്ളത് തെളിയിക്കുക എന്നുള്ള എന്റെ ഉത്തരവാദിത്തമാണ്. മോണാക്ടിന് ഫസ്റ്റ്. മോണാക്ടിന് ഫസ്റ്റ് ഈ സർട്ടിഫിക്കറ്റ് അല്ല മോളെ, മറ്റേ സർട്ടിഫിക്കറ്റ്. ഇത് അവള് സ്കൂളിലെ പരിപാടിക്ക് മോണാക്ടിന് ഫസ്റ്റ് കിട്ടിയ സർട്ടിഫിക്കറ്റ്. അച്ഛൻ പോയിരുന്നെങ്കിൽ മോണാക്ടിന് കിട്ടിയത്. ഇതേ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നമുക്ക് ആവശ്യമില്ല ചേട്ടാ. അല്ല അതല്ല, അതല്ല സംശയങ്ങൾ തീർക്കണം. അതാണ്. ഇത് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ TC ആണത്. വേറെ സ്കൂളിൽ എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. എടി മറ്റേ സർട്ടിഫിക്കറ്റ് അടി അതെടുത്തോണ്ട് ആവശ്യമില്ല. എന്നാലും ഞാൻ അത് തുറന്നു പറയണം. കാര്യം എന്റെ സത്യസന്ധത തെളിയിക്കുക എന്നുള്ള എന്റെ ഉത്തരവാദിത്തം. ചേട്ടന്റെ മോളെ ഞാൻ കെട്ടാൻ തയ്യാറാണ്. അവൾക്ക് ഇപ്പൊ 30 വയസ്സായാലും 35 വയസ്സാണെങ്കിലും അവന് തയ്യാറാണ്. അതല്ല, അങ്ങനെ ഒരു കെട്ടാത്തിരക്കിന് ഞാൻ കൈവച്ച് തരുന്നത് ശരിയല്ലല്ലോ. അതല്ല, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസക്കേടില്ല. ഇത് മാർഗം കളിക്ക് 3-ാം സ്ഥാനം. എടി മറ്റേത് പോയി എടുത്തോണ്ട് വരാൻ. എടി ആ രംഗ് പൊട്ടിയുടെ അടി വെച്ചിട്ടുണ്ട്. പോയി എടുത്തോണ്ട് വെച്ചില്ല. വേണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ അത് കണ്ടച്ചൊക്കെ പോയച്ചാൽ മതി. അതിന്റെ കാണണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് വേണ്ടെന്ന്. അത് ശരിയല്ല. അത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാകും. 23-ന്റെ വയസ്സ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്ഡച്ച് പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോയാൽ മതി. സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല, നമുക്ക് സംസാരിക്കാനുള്ള കാര്യമല്ല. എനിക്ക് വയ്യല്ലോ ഓടാൻ. നോക്ക് എടീ, നിന്റെ ജീവിതത്തിന് വേണ്ടി റംഗുപട്ടി എടുത്തോണ്ട് വരാം. സർട്ടിഫിക്കറ്റ് നോക്കട്ടെ. മണിച്ചിട്ട് ഓടി ഓടി സർട്ടിഫിക്കറ്റ് അവിടെ പാവാടയൊക്കെ അതിൻ്റെ അകത്താ കൊണ്ടുപോയിട്ട്. നോക്ക് സർട്ടിഫിക്കറ്റ്. ചേട്ടാ വേണ്ട ചേട്ടാ, സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടെന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് നീയാണ് തീരുമാനിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കാണണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. എന്റെ മോടെ കാര്യമല്ലേ ഇതൊക്കെ? ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഏത് പേപ്പറായത്? ഇത് ആവശ്യമില്ല ചേട്ടാ. എനിക്കാരും ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വാടി. 23 വയസ്സിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് 23 വയസ്സ് കളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഞാനല്ലേ ഇതിനകത്ത് കൊണ്ട് വെച്ചത്. ആ സാരിയില്ലെന്ന് പറയട്ടെ. ഇത്ര സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വാടി. അയ്യോ, എടുത്തോണ്ട് വായോ. വാ, സർട്ടിഫിക്കറ്റ് കാണിച്ച് പെണ്ണെ കെട്ടിക്കൊണ്ട് പോയത്. അവരെ വിളിക്ക്. എന്നാ ചെയ്യാനാണ് ഈ കൊണ്ടുവാ. അവരെ എവിടെ കൊണ്ട് വെച്ചിട്ട് തപ്പുന്നു. അയ്യോ പോകല്ലേ. 21 കളിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. വാ. അയ്യോ
നേരത്തെ കൊണ്ടുവരാൻ കോപ്പന്മാരെ 21 തെളിയിക്കുന്നാടാ. മുട്ടാളിയാക്കി ഞാൻ സർട്ടിഫിക്കറ്റ് ഒളിച്ചു വെച്ചോള്. വായിച്ച് തൃപ്തിപ്പെടുക. നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മളെ ഇവൻ കൊന്നാ പോലെ ഇവര് കേസില്ലെന്ന്. ഇവന് ഭ്രാന്താണ്. സൈക്കാട്രിസ്റ്റ് സർട്ടിഫിക്കറ്റ്